അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മക്കളെ കൈകള് രോഗമുള്ളിടത്തെല്ലാം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ശ്രുതികട്ടെ ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്ത് കർത്താവേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. ശിരസ് മുതൽ കർത്താവ് ഉച്ച മുതലുള്ള കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ അടിപ്പിഴ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ. ബ്ലോക്കുള്ളവരെ, കരരോഗികൾ, ഉദരരോഗികൾ, കുടലിന് അൾസറുള്ളവർ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. മുതുകിന് വേദനയുള്ളവർ, നീതി കെട്ടിയിരിക്കുന്നവർ, കർത്താവ് ഡിസ്കുകൾ അകന്നിരിക്കുന്നവർ, പലതരത്തിലുള്ള വേദന ഉള്ളവരെ കർത്താവ് സ്പർശിക്കട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നീ സൗഖ്യം പ്രാപിക്കുന്ന കർത്താവ്. ത്വക്ക് രോഗങ്ങൾ, ചിരങ്ങ് രോഗങ്ങൾ, അതുപോലെയുള്ള എല്ലാ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ, കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നനയപ്പെടട്ടെ, കുതിരപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ത്വക്ക് രോഗങ്ങൾ, ഞരമ്പിനുണ്ടാകുന്ന രോഗങ്ങൾ, വെയിൻസിനുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ, സിസ്റ്റുരോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾ നിറയണമേ, സൗഖ്യം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ശ്രുതികട്ടെ ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു ജംഗ്ഷൻ കണ്ടില്ലേ, ഇത് വല്ലാത്തൊരു ജംഗ്ഷനാണ്. ഗൂഢമായ സങ്കടം കയറി തകർന്ന് തരിപ്പണമായ മനസ്സ്, അവള് സ്വയമായി കുഞ്ഞുങ്ങൾക്ക് ഉറക്കഗുളിക കൊടുത്ത് കുഞ്ഞുങ്ങളെ മരിച്ചു കഴിഞ്ഞിട്ട്, അപ്പോൾ എന്നിട്ട് പറയും, ഞാനെങ്ങനെ കുഞ്ഞുങ്ങൾ മരിക്കുന്ന കാണും, ഞാൻ കുഞ്ഞുങ്ങളെ ചോദിച്ചു വാങ്ങിച്ചതാണ്. ഒരു ആടിനെയും ചോദിച്ചപ്പോൾ കർത്താവ് എനിക്ക് ആടിനെ തന്ന്. പിന്നെ ഞാനൊരു പെണ്ണിനെ ചോദിച്ച്, കർത്താവ് എനിക്ക് പെണ്ണിനെ തന്ന്. ഞാനെങ്ങനെ അവരെ കൊന്നിട്ട് ഞാനെങ്ങനെ അത് കണ്ടിട്ട് മരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവള് സങ്കടപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ അതിനുശേഷം ഡോക്ടർ ഇവളുടെ അമ്മയോട് പറയും, ഉറക്കമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, നിങ്ങൾ അമ്മയുടെ കൂടെ കുറച്ച് നേരം നിർത്ത്. ഇപ്പം ബന്ധു വീട്ടിലല്ലേ, അപ്പം മരണ വീടല്ലേ, അപ്പം അമ്മയുടെ കൂടെ കുറച്ച് നാൾ നിന്ന് കഴിയുമ്പോൾ ഒരുവിധം ഓക്കെ ആകുമെന്ന് പറഞ്ഞ്. ഉറക്കം ഉണ്ടല്ല, ഉറക്കം ഇല്ല ശരിക്കും പറഞ്ഞു ഇവക്ക്. പക്ഷേ ഇവക്ക് ഉറക്കം ഇല്ലെന്ന് പറഞ്ഞാൽ ഡോക്ടർ ഉറക്ക ഗുളിക എഴുതും. ഉറക്ക ഗുളിക കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിച്ച് മരിക്കുക. അത് ദൈവത്തിന് അറിയാവുന്ന കാരണം അമ്മയെക്കൊണ്ട് ചാടിക്കരി പറയിപ്പിച്ച് ഉറക്കമുണ്ടെന്ന് പറയിപ്പിച്ചു. അതാണ് നോക്കിയ ദൈവം എങ്ങനെ ഒരു വ്യക്തിയെ പരിപാലിക്കണമെന്ന് നോക്കിയേ. അത് പരിപാലനം തീരണില്ല, രസമാണ്. എന്നിട്ട് ഇതിങ്ങനെ പോയിട്ട് ഇവളെ വീട്ടിൽ വരും, അമ്മയുടെ കൂടെ നിൽക്കും, പിന്നെ വീട്ടുകാരൊക്കെ വരും. ഇവളുടെ അവസ്ഥ കണ്ടിട്ട് ഇവളെ കടുങ്ങുകയും ചെയ്യരുതല്ല. അപ്പം അങ്ങനെയൊക്കെ നടന്ന അവസാനം 41 ആവും. 41 ദിവസം ആകുമ്പോൾ ഇവള് ഭർത്താവിൻ്റെ വീട്ടിൽ പോവും. ആ 41 കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയന്തരവും അതുപോലെ തന്നെ അതിൻ്റെ സ്നേഹവിരുന്നൊക്കെ കഴിഞ്ഞിട്ട്
ഓരോരുത്തരായിട്ട് പോകും. ഇവിടെയാണ് സീൻ കോന്തറയാകണത്. ഇത് വല്ലാത്ത ഒരു സീനാണിത്. ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഇവരോട് യാത്ര പറഞ്ഞ് ഇങ്ങനെ പിരിയും. പിരിഞ്ഞ് പോകുമ്പോൾ പൊട്ടാതെ അവളെ നിൽക്കും. ഒരു മൂകമായ വേദനയുടെ പുഞ്ചിരിയൊക്കെ നിർത്തി അവൾ പറയണ അവസാനം എൻ്റെ അമ്മയും വന്ന് എന്നോട് യാത്ര പറഞ്ഞു, അമ്മയും പോയി എന്ന്. ഞാൻ പിന്നെ ഒറ്റക്കായി. അപ്പോഴീ ഡിപ്രഷൻ തിരിച്ചു വന്നെന്ന്. അതാണ്. അപ്പോൾ ഈ ഡിപ്രഷൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ പോയി ആ പ്രിസ്ക്രിപ്ഷൻ നോക്കിയായിരുന്നു. ഡോക്ടറിൻ്റെ ഇടയ്ക്ക് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചായിരുന്നു ഞാൻ ഉറക്ക ഗുളിക എഴുതിയിട്ടുണ്ടായിരുന്നെന്ന്. ഇവളോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഡോക്ടർ എഴുതിയിട്ടുണ്ടായിരുന്നു. ഡോക്ടറിന് അറിയാമായിരുന്നു ഇവർക്ക് ഉറക്കമില്ലെന്നുള്ളത്. അമ്പചാടി പറഞ്ഞെങ്കിലും ഡോക്ടറിന് ഇവളെ കണ്ടപ്പോൾ മനസ്സിലായി ഇവർക്ക് ഉറക്കമില്ലെന്ന്. അയാളെ ഉറക്ക ഗുളികൻ്റെ അങ്ങനെ ഉറക്ക ഗുളിക എഴുതിയിട്ടുണ്ടായിരുന്നു എൻ്റെ അകത്ത്. അത് പിന്നീട് കുറക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, അയ്യോ അപ്പം ഇനി ഉറക്ക ഗുളിക ഇനിയിപ്പോൾ വേണ്ടി വരത്തില്ലായിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കളഞ്ഞു. അപ്പോൾ പക്ഷെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടുപിടിച്ചവൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും അവൾ കഴിക്കാനും വേണ്ടി ഉറക്ക ഗുളിക പ്രിസ്ക്രിപ്ഷൻ എടുത്ത് ഇവളെ എടുത്ത് തലയുടെ താഴെ വെച്ച് രാവിലെ എടുത്തുകൊണ്ട് പോയി ഉറക്ക ഗുളിക മേടിക്കാൻ വേണ്ടി, കൂട്ടത്തോടെ മേടിക്കാൻ വേണ്ടി. അപ്പോൾ വാതിലെ മുട്ടി ഒരാൾ. അപ്പോഴൊരു ചേടുത്തി, ഒരു പരിചയമില്ലാത്ത ചേടുത്തി. അവളെന്താ ചെയ്യിക്കാന്നറിയാവോ? അവൾ വന്ന ഉടനെ ഉടമ്പടി തൈലമെടുത്ത് ഇവിടെ നെറ്റിക്ക് പൂശി. എന്നിട്ട് ഉപ്പെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഇവിടെ മുറി മുഴുവൻ തൂളി. പരിചയമില്ലാത്ത ചേടുത്ത വിചാരിക്കണേ. എന്നിട്ട് കൃപാസനം പത്രമെടുത്ത് കൊടുത്തു. മകളെ ഈ സ്ഥലത്ത് പോയാൽ മതി, നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു ദൈവം, ഈ കൃപാസനം പത്രത്വമാണ് ഏറ്റവും കൂടുതൽ ലോകം മുഴുവൻ നമ്മളെ ആക്രമിച്ചത് അല്ലേ? പിശാച് ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് കൃപാസനത്തിന് ഇരുട്ട് നിർത്തിയത് ഈ കൃപാസനം പത്രം. അതൊക്കെ അപ്പോഴും ഞങ്ങൾ കുറച്ച് പേര് ഇതിനോട് ഏറ്റവും അടുത്ത് നിൽക്കണ 1-2 പേര് പറഞ്ഞിരുന്നു, എന്ത് ആക്രമണം ഉണ്ടെങ്കിലും കൃപാസനം പത്രത്തിൽ ദൈവത്തിൻ്റെ ജീവനുള്ളത് കൊണ്ടാണ് ഇത്രയും ആക്രമണം വരണത്. ഇതുവഴി ജനത വീണ്ടെടുക്കും, ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇത്. അതുകൊണ്ടാണ് ഇത്രയും ആക്രമണം കൃപാസനം പത്രത്തിൽ വരണം. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പിൻവലിക്കാൻ തയ്യാറായില്ല. ഞാൻ അപ്പോളജി അന്ന് 5-6 കൊല്ലം മുമ്പ് പറഞ്ഞെങ്കിലും പത്രത്തെ ഞാൻ ഒരിക്കലും താത്തിക്കിട്ടിയില്ല. ആൾക്കാർ പറയണമെന്ന് ഞാൻ ഏറ്റെടുത്തില്ല. എന്താ കാര്യം? പത്രത്തിലൂടെ ഇന്നും ദൈവം ജനങ്ങളെ കണ്ടുമുട്ടുകയും അവരെ സ്പർശിക്കുകയും ശക്തിപ്പെടുത്തുകയും കർത്താവ് കൈമാറുകയും ചെയ്യുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അപ്പോഴേ ഈ പത്രം കിട്ടിക്കഴിയുമ്പോൾ ഈ പത്രം വായിച്ചുകൊണ്ട് ഇവിടെ വരും. ഇവിടെ വന്ന് ആ ഉടമ്പടിയെല്ലാം ചെയ്ത്, ഉടമ്പടി ചെയ്യുമ്പോൾ എത്ര കാര്യങ്ങളാണെന്നറിയാമോ? പാവത്തിന് ഇനി ഒന്നേം തുടങ്ങണം ജീവിതം. ഒന്നേം തുടങ്ങണം. എന്തൊക്കെയാണ് തുടങ്ങേണ്ടത്? ഒന്നാമത്തെ കാര്യം അവൾക്ക് ശ്രുതികട മക്കളെ സംസാരിക്കുന്നത് പറയുന്നു. സഞ്ചാരി മാതാവേ, നീ സന്ദർശിച്ച് വേദനിക്കുന്ന മക്കളെ തൊടുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. അതായത് സ്വന്തമായിട്ട് ഒരു വീട് വേണം, അതില്ല. അത് ഉടമ്പടിയിൽ എഴുതി. ഇപ്പം വീടൊക്കെ എഴുതുന്നത് നമ്മുടെ ഉടമ്പടി എന്തിനുള്ളതാണ്? നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ ഉള്ളതാണ്. ഞാനെപ്പോഴും സംസാരിക്കണത് എല്ലാവരുടെയും കയ്യിലിരിക്കണത് പലതും സിൽവർ ഗ്രേ പേപ്പറാണ്. അപ്പം ആ കാലമൊക്കെ പിന്നിട്ടത് കൊണ്ടാണ് ഞാൻ പിന്നീട് അതൊക്കെ മാറ്റി സംസാരിക്കണത്. പക്ഷേ ഇന്ന് ഉടമ്പടിയിൽ ദൈവം അഡ്രസ്സ് ചെയ്യണത് എന്താണ്? ഈ നിത്യതയും കൃപാജീവിതവും അതിൻ്റെ ഒപ്പം തന്നെ അടിസ്ഥാന ജീവിതവുമാണ്. അടിസ്ഥാന ജീവിതത്തിൽ എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? എന്താണ്? എനിക്ക് സ്വന്തമായി വീടില്ല എന്ന് പറയും.
പിന്നെന്താ പറയണത്? എൻ്റെ മകന് ഓട്ടിസമാണ്. മൂന്നാമത്തത് എന്താണ്? എൻ്റെ മകള് സംസാരിക്കുന്നില്ല. പിന്നെന്താണ്? നാലാമത്തത് എന്താണ്? എനിക്കൊരു വരുമാനമില്ല. കണ്ട. അഞ്ചാമത്തത് എന്താണ്? എനിക്ക് കടങ്ങളാണ്. അതന്നെയാ എഴുതണത്, അതേ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രാവിലെ വിടുമ്പോൾ തന്നെ നെറ്റിയിൽ തൈലം പുരട്ടിയാണ് വിടണത്. അന്നത്തെ ദിവസം ഞാൻ രാവിലെ തൈലവും പുരട്ടി ഉപ്പും കൊടുത്ത് തേനും കൊടുത്ത് അവളെ യാത്രയാക്കി ഗേറ്റ് അടക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് ആരോ പറയണ കർത്താവിൻ്റെ സംരക്ഷണം സങ്കീർത്തനം 91 വായിക്കുന്നു. ഞാനത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് തിരിഞ്ഞില്ല. 10 മിനിറ്റ്, ശരിക്കും 20 മിനിറ്റ് വേണം വീട്ടിൽ നിന്ന് അവിടെ എത്താൻ. 10 മിനിറ്റ് ആയപ്പോൾ തന്നെ അവൻ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഇത്ര പെട്ടെന്ന് എത്തിയാന്ന് ചോദിച്ചു. പറഞ്ഞു, ഒരു ആക്സിഡൻറ്റ് പറ്റി, കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ചെന്നപ്പോഴറിയണത് മുട്ടുകയിൽ ഒരു ചെറിയൊരു ഹെയർ ലൈനായിട്ടൊരു ക്രാക്കുണ്ട്, തലയിലൊരു ചെറിയൊരു ക്രാക്കുണ്ട്. പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല, എന്നാലും പ്ലാസ്റ്റർ ഇട്ട്. പിന്നെ കൈയുടെ ഈ ഭാഗത്തായിട്ട്, കാണാത്ത ഭാഗത്തായിട്ട് ഒരു റോട്ടിലോട്ട് ഉരഞ്ഞതുകൊണ്ട് ഒരു ഫ്രിക്ഷണൽ ബേൺ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഇപ്പം മോള് സുഖം പ്രാപിച്ചു. ഇപ്പം 4.5 മാസമായി വീണ്ടും ഓഫീസിൽ പോകാൻ തുടങ്ങി. മാതാവാണ് ആ മരണത്തിൽ നിന്ന് പോലും മാതാവ് രക്ഷിച്ചതായിട്ട് എനിക്ക് വ്യക്തമായിട്ട് കാണിച്ചു തന്നു. ഒത്തിരി നന്ദി പറയുന്നു ഈ അനുഗ്രഹം കിട്ടിയതിന്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം, ഞാൻ തമിഴ് പത്രവും മേടിക്കാറുണ്ട്. വല്ലാർപാടം പള്ളിയിൽ ടൂറിസ്റ്റായിട്ട് വന്ന തമിഴന്മാർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ മലയാളം പത്രം, ഓരോ പത്രം കിട്ടിക്കഴിയുമ്പോൾ തന്നെ അന്ന് തന്നെ 2 ദിവസത്തിനുള്ളിൽ ഞങ്ങളത് ഉച്ചത്തിൽ വായിക്കും പ്രാർത്ഥനയുടെ സമയത്ത്. പിന്നെ ഓരോന്നും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി മടക്കി ഓരോരുത്തർക്കായിട്ട് ഞാൻ എത്രയും വേഗം തന്നെ അത് കൊടുത്തു തീർക്കും. പിറ്റേ ദിവസം തന്നെ അത് കൊടുത്തു തീർക്കാൻ നോക്കാറുണ്ട്. ഒന്നും ഞാൻ പിന്നെ അത് വച്ചേക്കാറില്ല. പിന്നെ വസ്ത്രമായിട്ടും ഭക്ഷണമായിട്ടും പൈസയായിട്ടും ഞാൻ ആവശ്യമില്ല എല്ലാവർക്കും ഞാനത് കൊടുക്കാറുണ്ട്. ഇനിയും മാതാവിൻ്റെ അനുഗ്രഹം, മാതാവ് കൂടെയുള്ള ഒരു അനുഭവമാണ് ഉടമ്പടി എടുത്ത് അന്ന് മുതലേ എനിക്കുണ്ടായിട്ടുള്ളത്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1 കോടി നന്ദി. അമ്മയുടെ സന്നിധിയിൽ വന്ന് നിൽക്കുവാൻ തന്ന കൃപയ്ക്കായി 1000 നന്ദി അമ്മേ. എൻ്റെ പേര് ഷാളറ്റ്, ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വരുന്നു. എനിക്ക് 35 വർഷമായിട്ട് സൈനസൈറ്റിസ് എന്നൊരു രോഗമുണ്ടായിരുന്നു. 2 വലിയ ഹോസ്പിറ്റലുകളിൽ എനിക്ക് സർജറിക്ക് എന്നെ കയറ്റി. സർജറിയുടെ എല്ലാ സ്റ്റേജുകളിൽ എന്നെ കടന്നെത്തിയപ്പോഴും എൻ്റെ സർജറി അത് പൂർത്തിയാക്കുവാൻ സാധിക്കാതെ എന്നെ പുറത്തിറക്കുകയും വെല്ലൂർ കൊണ്ടുപോകുവാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. സാധാരണ സർജറി എനിക്ക് പറ്റില്ല, ഓപ്പൺ സർജറി മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ആ സർജറിയെ ഭയന്ന് ഞാൻ പോയില്ല. എനിക്ക് കടുത്ത വെയിൽ അല്പം വെയിൽ കൊണ്ടാലോ, അല്പം തലയിൽ എണ്ണ തേച്ചാലോ, അല്പം തണുപ്പ് കുടിച്ചാലോ, തണുത്ത കാലാവസ്ഥയിലും എല്ലാം ഈ രോഗം എന്നെ വളരെ വിഷമിക്കുകയും വേട്ടയാടുകയും ചെയ്യും. ഞാൻ ആൻറ്റിബയോട്ടിക് എടുത്താണ് തുടർച്ചയായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന അമ്മയുടെ അടുത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്നേ വരെ ആ രോഗം എന്നെ ബാധിക്കുകയോ ഒരു പാരസെറ്റമോൾ പോലും കഴിക്കേണ്ട അവസ്ഥ ദൈവം എനിക്ക് തന്നിട്ടില്ല. രണ്ടാമത് എനിക്ക് പറയാനുള്ളത് എൻ്റെ വലിയൊരു രോഗസൗഖ്യമാണ്. എനിക്ക് പിത്താശയം മുഴകൾ, പിത്താശയത്തിൽ സ്റ്റോൺ നിറയുകയും പിത്താശയത്തിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലെ മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ എനിക്ക് സർജറി പറയുകയും സർജറിക്ക് ഞാൻ അഡ്മിറ്റാകുകയും സർജറി വേഷം തൊട്ട് അനസ്തേഷ്യ വരെ തന്നതാണ്. പക്ഷേ ലാസ്റ്റ് എടുത്ത ഒരു ടെസ്റ്റിൽ എന്തോ ഒരു സംശയം തോന്നിയിട്ട് അവർ വീണ്ടും പിന്നീട് കൂടുതൽ ടെസ്റ്റുകൾ കഴിയുകയും എൻ്റെ ലിവറിലും എൻ്റെ കിഡ്നിയുടെ മുകളിലും കുറച്ച് 5-6 മുഴകൾ കാണുകയും എൻ്റെ സർജറി മാറ്റിവെക്കുകയും ചെയ്തു. അത് ക്യാൻസർ ആണോ എന്നൊരു സംശയം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. 6 മാസം കഴിഞ്ഞിട്ട് ഈ ടെസ്റ്റ് വീണ്ടും ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അമ്മയുടെ സന്നിധിയിൽ ഒന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ജോസഫ് അച്ഛനെ ഒന്ന് കാണുകയും അച്ഛൻ തൈലം തേച്ച് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു.
സാക്ഷ്യം പറയണം എന്നും പറഞ്ഞു. ആ വിശ്വാസത്തിൽ അമ്മയുടെ പ്രാർത്ഥനയിൽ ഞാൻ മുന്നോട്ട് പോകുന്നു. 6 മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെയും ടെസ്റ്റ് ചെയ്യാൻ പോയില്ല. മുഴകളെക്കുറിച്ച് ആ ടെസ്റ്റ് വീണ്ടും എടുക്കാൻ ഞാൻ പോയില്ല. പക്ഷേ അതിനെ സംബന്ധിക്കുന്ന ഒരു വേദന എനിക്കില്ല. പിത്താശയത്തിൻ്റെ സ്റ്റോണ് എനിക്ക് സംശയമായിരുന്നു എൻ്റെ പിത്താശയം പ്രവർത്തിക്കുന്നതായിട്ട്. ആ പ്രവർത്തനം നിന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. കൊഴുപ്പ് കലർന്നതോ അല്പം ഇറച്ചി മീനോ എന്തെങ്കിലും എണ്ണ ചേർന്നതോ എനിക്ക് കഴിച്ചാൽ ഞാൻ ഛർദ്ദിക്കുമായിരുന്നു. എൻ്റെ ആരോഗ്യനില വളരെ വഷളായിക്കൊണ്ടിരുന്നു. പക്ഷേ ഉടമ്പടി തൈലവും ഉടമ്പടി എണ്ണയും ഉടമ്പടി ഉപ്പും ഞാൻ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് എല്ലാ ആഹാരവും കഴിക്കാൻ പറ്റുന്നു. എല്ലാ ഇറച്ചികളും ഞാനിപ്പം കഴിക്കുന്നുണ്ട്. എനിക്ക് ഇതുവരെ ഛർദ്ദിലില്ല. പിന്നെ ഞാൻ 3 മാസം കൂടുമ്പം ഈ 1 വർഷ കാലയളവിൽ 4 പ്രാവശ്യം സ്കാൻ ചെയ്തു പിത്താശയത്തിൻ്റെ ഇതിന്. എനിക്ക് പിത്താശയത്തിൽ സ്റ്റോണില്ല. എൻ്റെ പിത്താശയം ഇപ്പം പ്രവർത്തിക്കുന്നു. മറ്റൊരു സാക്ഷി എന്താണെന്ന് വെച്ചാൽ 4 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊന്ന് ഇടിച്ച് വീണു. അതിൻ്റെ ഫലമായിട്ട് ബട്ടക്സിൻ്റെ 2 സൈഡുള്ള 2 കുഞ്ഞെല്ലുകളുണ്ട്, നട്ടല് കുരുത്ത് വരുന്ന താഴത്തെ 2 എല്ലുകൾ. അതിൽ ഒരു എല്ല് വളഞ്ഞു പോവുകയും മറ്റൊരു എല്ലിന് ഫ്ലാക്ചർ ഇരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എനിക്ക് അല്പനേരം ഇരിക്കാനോ സ്വന്തമായി കിടക്കാനോ പറ്റാത്ത സ്റ്റേജായി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു. മോള് തനിച്ചായതുകൊണ്ട് അഡ്മിറ്റ് ആകാൻ സാധിച്ചില്ല. ഡോക്ടറിൻ്റെ സമ്മതത്തോടുകൂടെ 4 ഇഞ്ചക്ഷൻ പെയിൻ കില്ലർ എനിക്ക് ഇരിക്കാനും എന്നെ MR എടുക്കാനും വേണ്ടി വന്നു. എന്നെ ഇരുത്താൻ പറ്റാത്ത സ്റ്റേജായിരുന്നു. ആ സ്റ്റേജിൽ എന്നെ MR എടുക്കാൻ സാധിക്കാത്ത ഒരു സ്റ്റേജായിരുന്നു. വളരെ കൂടിയ ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് MR എടുത്തത് പോലും. ആ സ്റ്റേജിൽ എന്നെ കൊണ്ടുവന്നു. ഒരു 10 മിനിറ്റ് പോലും ആദ്യം ഇരിക്കാൻ പറ്റാതെ കഷ്ടി 6 മാസം കിടന്ന എനിക്ക് അരമണിക്കൂർ മാത്രമേ ഇരിക്കാൻ സാധിക്കൂ. അപ്പോഴത്തേക്കും പെയിനാവും, ഞാൻ കിടക്കുമായിരുന്നു. ഇവിടെ വന്ന് ആ സ്റ്റേജിലാണ് എൻ്റെ ഹസ്ബൻഡ് എന്നെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടിയാണ് എന്നെ കാറിൽ കിടത്തിയാണ് കൊണ്ടുവന്നത്. ഇരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം തിരിച്ചു പോയത് ഞാൻ ഇരുന്നാണ്. ആ തൈലം മാത്രമാണ് പിന്നെ ഞാൻ തേച്ചത്. ഇന്ന് ഞാൻ മണിക്കൂറുകൾ ഇരിക്കുന്നു. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണ്. ബുദ്ധിമുട്ടുകൾ ചെറിയ നടുപ്പെയിനൊക്കെ ഉണ്ടെങ്കിലും ഞാൻ നന്നായി സ്റ്റിച്ച് ചെയ്യും, നന്നായി യാത്ര ചെയ്യും. ഇതത് മറ്റൊന്ന്, എൻ്റെ മോളുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. അവൾക്ക് ഗൾഫുകാരനെ വിവാഹം ചെയ്യാൻ ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ വന്ന ചില തകർച്ചകളുണ്ട്. നല്ലൊരു ബന്ധം വന്നപ്പോൾ മോളെ നിർബന്ധിച്ച് എനിക്ക് ആ വിവാഹം നടത്തേണ്ടി വന്നു. പക്ഷേ മോൻ കൊണ്ടുപോകും എന്നുള്ള എല്ലാ ഇതും മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അവിടെ വിവാഹത്തിന് സമ്മതിപ്പിച്ചതും. വിവാഹം കഴിഞ്ഞതോടുകൂടെ മോന് കരയ്ക്കായിരുന്ന മോനെ ഷിപ്പിലോട്ട് ട്രാൻസ്ഫർ ആവുകയും ആ മോന് മോളെ കൊണ്ടുപോകാൻ സാധിക്കാതെയായി. അത് അവളുടെ ജീവിതത്തിൽ വളരെ വിഷമങ്ങളുണ്ടാക്കി. എൻ്റെ മോള് ഡിപ്രഷൻ്റെ അവസ്ഥ വരെ എത്തി. കാര്യം അവൾ പങ്കാളികളോടുകൂടെ ഒന്നിച്ച് ജീവിക്കാൻ വളരെ ആഗ്രഹിച്ച ഒരു കുട്ടിയായിരുന്നു. അമ്മയുടെ സന്നിധിയിൽ വന്ന് ഞാൻ എല്ലാ മാസവും കണ്ണീരോടുകൂടെ പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ ആരാധന സമയത്തെല്ലാം എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. എൻ്റെ മരുമോനെ സംബന്ധിച്ച് ആ ജോലിയല്ലാതെ മറ്റൊരു ജോലി മോന് ഇഷ്ടമല്ല. മറ്റൊരു രാജ്യത്ത് പോകാൻ മോൾ ശ്രമിച്ചിട്ടും മോൻ സമ്മതിച്ചില്ല. പക്ഷേ എൻ്റെ കണ്ണീരിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എൻ്റെ മകൻ ഇത് സെയിം ജോലിക്ക് തന്നെ മറ്റൊരു കമ്പനിയിൽ ടെസ്റ്റ് എഴുതുകയും ആ ടെസ്റ്റെല്ലാം നല്ല മാർക്കോടുകൂടെ പാസ്സാകുകയും പട്ടാള ടെസ്റ്റ് വരെ പാസ്സാകുകയും മോന് സെയിം ജോലി മറ്റൊരു കമ്പനിയിൽ കരയിൽ വളരെ ഉയർന്ന സാലറിയോടുകൂടെ ജോലി കിട്ടുവാൻ സാധിച്ചു. എൻ്റെ മകളിപ്പോൾ 6 മാസമായി. പങ്കാളിയുടെ അടുത്ത് മോളും കുഞ്ഞും അബുദാബിയിലാണ്. അവരൊന്നിച്ച് ജീവിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. എൻ്റെ കാരുണ്യ പ്രവൃത്തികളെന്ന് വെച്ചാൽ ഞാൻ പത്രം കിട്ടിയാൽ മറ്റുള്ളവർ കടന്നു ചെല്ലാൻ ഭയക്കുന്ന മേഖലകളിൽ ഞാൻ കടന്നു ചെല്ലുകയും മാതാവിനെ ബലമായി പിടിച്ചുകൊണ്ട് എൻ്റെ നെഞ്ചൊക്കെ ഇടിക്കും ഭയന്നിട്ട്. മറ്റുള്ളവർ പോലും കേട്ടാൽ എൻ്റെ ഹസ്ബൻഡ് പോലും അനുവദിക്കില്ല ആ മേഖലയിൽ പോകാൻ. ഞാൻ കൊണ്ടുപോയി പത്രം കൊടുക്കും. ഓട്ടോ സ്റ്റാൻഡിൽ കൊടുക്കും, ബസ് സ്റ്റാൻഡിൽ കൊടുക്കും. ഞാൻ നോക്കുന്നത് അമ്മയുടെ പത്രം ചെന്നെത്താത്ത മേഖലകളുണ്ടോ, എവിടെയുണ്ടോയെന്ന് അന്വേഷിക്കും, അവിടെ കൊണ്ട് കൊടുക്കും. ജയിലിനകത്ത് എനിക്ക് 2 തവണ ജയിലിനകത്ത് സാധാരണക്കാർക്ക് കയറാൻ പറ്റില്ല.
ഞാൻ ജയിൽ മിനിസ്ട്രി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ജയിലിനകത്ത് കയറിയാൻ സൂപ്രണ്ടിനെ നേരിട്ട് കണ്ട് സംസാരിക്കാനും എനിക്ക് ഈ പത്രങ്ങൾ ജയിൽവാസികൾക്ക് വിതരണം ചെയ്യാനും സാധിച്ചു. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ്, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, തെരുവോരങ്ങൾ, ബസ് സ്റ്റാൻഡ്, പല റെയിൽവേ സ്റ്റേഷനുകളിലും ഞാൻ പത്രം കൊണ്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ ക്യാൻസർ രോഗികളെ ഞാൻ ശുശ്രൂഷിക്കാൻ കൊടുക്കും. കൂട്ടിരിക്കാൻ ആളില്ലാതിരുന്ന 2 വ്യക്തികൾക്ക് ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞാൽ ഞാൻ പോയി കൂട്ടിയിരുന്നിട്ടുണ്ട്. ഇപ്പോഴും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു.